എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് 189-ാമത്തെയാണ്. അപ്പം ഈ ബുക്കിനെ സംബന്ധിച്ചവരെ 39-ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇതിൽ ഈ വീഡിയോയിലും ഇതിൻ്റെ അടുത്ത വീഡിയോയിലും നമ്മൾ 12-ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. 2 വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് യൂസ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗവേഷണം നടത്തുന്നവർ. അതുമാത്രമല്ല, ഇവിടെ സയൻറ്റിസ്റ്റ് എന്ന് ഡോക്ടർ മർഫി ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റ് മെൻ എന്നിടാം. ഗ്രേറ്റ് മെൻ എന്ന് വെച്ചാൽ പേരുകേട്ട വലിയ വലിയ ആൾക്കാർ, ഓരോ മേഖലയിലും പേരുകേട്ട. ഇപ്പം മ്യൂസിക്കിലുണ്ട്, ആർട്ടിലുണ്ട്, പെയിൻറ്റിങ്ങിലുണ്ട്, സയൻസിലുണ്ട്, ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, പേലിയൻറ്റോളജിസ്റ്റ് ഉണ്ട്, മെഡിസിനിലുണ്ട്. ഇതിലാണ് ഇല്ലാത്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ മേഖലയിലും പേരുകേട്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ കണ്ടുപിടിച്ചത് അവർ പാടുപെട്ട് രായും പകലും വർഷങ്ങളോളം പാടുപെട്ട് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതൊക്കെയാണ് നമ്മളിപ്പം നല്ല സുഖമായിട്ട് ഉപയോഗിച്ച് വളരെ ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് സത്യം തന്നെയാണ്. ഓരോ ചെറിയ കണ്ടുപിടിപ്പിനും പുറയിൽ അത്രയും പ്രയാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒന്നും വേണ്ട. നമ്മുടെ സേഫ്റ്റി പിൻ, നമ്മുടെ മൊട്ടുസൂചി, നമ്മുടെ ഈ ജം ക്ലിപ്പ് എന്ന് പറയും, അത് ഇങ്ങനെ വളച്ച് ഇരുന്നാലേ 2 പേപ്പറിൻ്റെ ഇടയിൽ കുത്താനൊക്കത്തുള്ളൂ. അത് ചിന്തിക്കാനൊരു ബുദ്ധി വേണമല്ലോ, എല്ലാവരെ കൊണ്ടും പറ്റിയില്ലല്ലോ. അതേമാതിരി ഈ തയ്യൽ മെഷീൻ, അത് ഞാൻ തയ്ക്കും. വലിയ ഫാഷനബിളായിട്ട് തച്ചില്ലെങ്കിലും അത്യാവശ്യം ഒരു സാരിക്ക് ഫാൾസ് അടിക്കാനൊക്കെ എനിക്കറിയാം. വെട്ടിയൊന്നും തയ്ക്കാൻ പഠിച്ചു, പക്ഷേ മെനക്കെടാൻ പോകത്തില്ല. ഫാൾസ് അടിക്കും, ഈ തോർത്തൊക്കെ വാങ്ങിച്ചാൽ അറ്റ അടിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഈ മെയിനായിട്ട് നമുക്ക് തയ്യൽ പഠിച്ചിരിക്കേണ്ടത് ഈ തോർത്ത് വാങ്ങിച്ചാൽ അറ്റ അടിക്കാനും, ഈ നമ്മുടെ ഹൗസ് കോട്ട് വാങ്ങിച്ചാൽ അതിനെ ചെറുതാക്കാനും, അതിൻ്റെ മേളിൽ ഒരു തയ്യലിടാനുമാണ്. അതൊക്കെയാണ് വെളിയിൽ കൊടുത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് വലിയ പ്രയാസം. ഞാൻ കൊച്ചിലേ തയ്യൽ പഠിച്ചു, എനിക്കതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചു. ഓക്കെ, ആ തയ്യൽ മെഷീനിലുള്ള മെഷീനറിയുടെ ജോലി ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇത്രയൊക്കെ ഒരാളാണോ കണ്ടുപിടിച്ചേ? ഒരേ ആൾ കണ്ടുപിടിച്ചോ അതോ 10 തല അതിനകത്തുണ്ടോ? 10 പേര് ചേർന്നാണോ ഇത് കണ്ടുപിടിച്ചേ എന്നൊക്കെ ഞാൻ ഒരുപാട് അതിശയിച്ച് നോക്കും. അതുപോലെ തന്നെ മിക്സി ആവട്ടെ, ഗ്രൈൻഡർ ആവട്ടെ, ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ആവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണാവട്ടെ, TV ആവട്ടെ, എല്ലാ കാര്യത്തിനും പുറയിൽ ഒരുപാട് ഗവേഷണവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അവർ വെറുതെ ചുമ്മാ ഒരു കാര്യം നോക്കിയ കൊണ്ട് കണ്ടുപിടിക്കത്തില്ല. അവരുടെ തലച്ചോറിനകത്ത് അത്രയും അതിനെ ഇട്ട് പിഴിഞ്ഞെടുത്ത് വേണം ഒരു കാര്യം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള അതുകൊണ്ടാണ് അവർ ഫേമസ് ആയത്. ഓക്കെ, നമ്മളൊക്കെ സാധാരണ ആൾക്കാരെന്ന് അറിയപ്പെടുന്നതും അവരൊക്കെ ഗ്രേറ്റ് മെൻ, സയൻറ്റിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതിനും ഉള്ള വ്യത്യാസം ഇതാണ്. അതിൽ അപ്പം ഇങ്ങനെ സയൻറ്റിസ്റ്റ് മാത്രമല്ല, പല മേഖലകളിലും വലിയ ആൾക്കാരെന്ന് പേരുകേട്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഓരോ രീതിയിലും. അപ്പം അവർ എല്ലാവരും തന്നെ ഉപയോഗിച്ച ഒറ്റ സാധനം അവരുടെ ഉപബോധ മനസ്സിൻ്റെ, അവരുടെ മനസ്സിൻ്റെ ശക്തിയാണ്. അപ്പം ഇത് കാണുമ്പോഴേ സയൻറ്റിസ്റ്റിനല്ലയോ, നമുക്കിത് വേണ്ടല്ലോ. ഞാൻ എന്താ ടീച്ചറേ, ഞാനൊരു സാധാരണ ആൾ, ഞാൻ ഒരു ക്ലർക്കാണ്, ഞാൻ വെറും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, എനിക്കെന്തിനാ ഈ വീഡിയോ, എനിക്കിതൊന്നും വേണ്ട എന്ന് സ്കിപ്പ് ചെയ്ത് കളയരുത്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കും ഈ 12-ാമത്തെ ചാപ്റ്റർ നമുക്കൊന്നും വലിയ കാര്യമില്ലെന്ന് ഒരു വാക്കിൽ പറഞ്ഞിട്ട് പോകാം. പക്ഷേ മെനക്കെട്ട് 2 വീഡിയോ ഈ ടോപ്പിക്കിൽ തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ചിലപ്പം നമുക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും, നമ്മുടെ മക്കൾക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പം PhD ചെയ്യുന്നവർക്കോ ഇവർക്കോ ഒക്കെ പ്രയോജനപ്പെടും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇതിന്
PhD ചെയ്യണമെന്നോ റിസർച്ച് ചെയ്യണമെന്നോ ഗവേഷണം നടത്തണമെന്നോ ഇല്ല. നമ്മളുടെ ഡേ ടു ഡേ പ്രോബ്ലമിന്, നമ്മളുടെ ദിവസം ഉള്ള പ്രോബ്ലം, ഇപ്പം മോട്ടർ ശരിയില്ല, ഒരു ദിവസം മോട്ടർ വർക്ക് ചെയ്തില്ല, എന്ത് ചെയ്യും? വെള്ളം മേലിൽ കയറത്തില്ല. അപ്പം ബാത്റൂമിലും കുളിക്കാനും നനയ്ക്കാനും ഒന്നിനും വെള്ളമില്ല ആണല്ലോ. അപ്പം ഉടനെ നമ്മൾ എന്ത് ചെയ്യും? മെക്കാനിക്കിനെയാണ് വിളിക്കുന്നത്. ഇക്കാലത്തൊക്കെ മെക്കാനിക്കിനെയൊക്കെ വിളിക്കുമ്പോൾ എന്തോ ഒരു പാടാണ്. ഇലക്ട്രീഷ്യൻസ്, മെക്കാനിക്കൽ വർക്ക്, ഇവരൊക്കെയൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം വിളിച്ചാൽ 10 ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പം ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, അവർ ചെയ്യുന്ന ജോലിയും സാധാരണ ജോലി അല്ല. അതിനെ അങ്ങനെ തള്ളിക്കളയരുത്. നമുക്ക് പറ്റാത്തതുകൊണ്ടാണല്ലോ ഒരു ഇലക്ട്രീഷ്യനെ നമ്മൾ വിശ്വസിക്കുന്നത്, അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇല്ലയോ? അങ്ങനെ ഓരോ കാര്യത്തിനും അവരവരുടെ ലൈനിൽ നല്ല എക്സ്പേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവർക്കെല്ലാമേ, അതുമാത്രമല്ല നമ്മളുടെ വീട്ടിൽ തന്നെ, ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അതായത് ഇതെങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം, വീട് വയ്ക്കുമ്പോൾ ഇത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വാസ്തുപ്രകാരം ചെയ്യണം, എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇതിനൊക്കെ കൂടെ, ഇങ്ങനത്തെ കാര്യത്തിന് കൂടെ നമ്മൾ സയൻറ്റിസ്റ്റ് അല്ലെങ്കിലും പോലും, നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ പോലും, നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ തീർക്കാൻ നമുക്ക് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിൽ കിടക്കുന്ന അതിൻ്റെ പവറിനെ നമുക്ക് ഉപയോഗിക്കാൻ അറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നമുക്ക് അറിഞ്ഞില്ല, നമ്മൾ പലരിടത്തും കേട്ടുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ ഫാഷൻ എന്തുവാ, ഉടനെ ഗൂഗിളിൽ ഇടുക, വീട്ടിൽ വലിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ ചോദിക്കത്തില്ല, ഗൂഗിളിൽ ഇടുക, ഇൻ്റർനെറ്റിൽ നോക്കുക, ഇതൊക്കെയാണ്. എന്തോ ചെയ്താലും ശരി, ഇതിനെല്ലാം മികച്ച ഒരു സാധനം നമ്മളുടെ ദേഹത്ത്, നമ്മളുടെ മനസ്സിനകത്തുണ്ട്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ അറിഞ്ഞാൽ നമ്മളാണ് ബുദ്ധിമാൻ. അത്രയും ഞാൻ പറയാൻ വരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ 1-2 ഉദാഹരണങ്ങൾ എളുപ്പം ഞാൻ പറഞ്ഞിട്ട് പോകാം. അതായത് നമുക്ക് കുറേ സയൻറ്റിസ്റ്റ് കൊച്ചിലേ തൊട്ട് പഠിക്കുന്നു. തോമസ് ആൽവ എഡിസൺ, ഇപ്പം ഓരോരുത്തരുടെയും ലൈഫ് ഹിസ്റ്ററി നമ്മൾ ചിലരൊക്കെ പഠിച്ച് കാണും, ചിലരൊക്കെ അറിഞ്ഞ് കാണും, ചിലരൊക്കെ ഈ ഒരുപാട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വരും, അതിൽ ഓരോ സയൻറ്റിസ്റ്റിനെ കുറിച്ചും ഇട്ടിരിക്കും. അതൊക്കെ വായിക്കണം. നമ്മളും വായിക്കണം, നമ്മുടെ മക്കൾക്കും വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഈ തോമസ് ആൽവ എഡിസൺ, ഐൻസ്റ്റൈൻ, മാർക്കോണി, ഇങ്ങനെ എത്രയോ സയൻറ്റിസ്റ്റുകളെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇൻ ഡെപ്ത് അറിഞ്ഞില്ലെങ്കിലും അവരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ഈ വലിയ പേരുകേട്ട മഹാന്കൾ എല്ലാവരുമേ അവരുടെ ഈ ഉപബോധ മനസ്സിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ശക്തിയാണ് അവർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഫേമസ് ആയത്. അപ്പം നാളെ നമുക്കും ഫേമസ് ആകണമെന്നും കൂടെ അല്ല, നമ്മളുടെയും ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനും, അല്ല വലിയ വലിയ പ്രോബ്ലങ്ങൾ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, വലിയ പ്രോജക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു ഗവേഷണം ഇതിൽ നടത്തണം, നമുക്കും ചെയ്യാം. അതിനൊക്കെ വലിയ ഒരു സാധനമാണ് ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ വെച്ച് അയച്ചിരിക്കുന്നത്. അതാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ഇതിൽ 1-2 ഉദാഹരണങ്ങൾ. അതായത് ഈ ഫെഡറിക് ഫോൺ സ്ട്രാൻഡോണിറ്റ്സ് എന്നൊരു സയൻറ്റിസ്റ്റ്. ഓക്കെ, അങ്ങേര് ഈ കെമിസ്റ്റാണ്, കെമിസ്ട്രിയിൽ ഗവേഷണം നടത്തിയ ആളാണ്. അങ്ങേർക്ക് ഈ ബെൻസീൻ റിങ്, ഞങ്ങളൊക്കെ PUCയിലെ കൊച്ചുനാളിലെ ഹൈസ്കൂളിലൊക്കെ ഇതിൻ്റെ പഠനം തുടങ്ങി. ബെൻസീൻ റിങ് എന്ന് പറയും. ബെൻസീൻ എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു കെമിക്കൽ, അത് തന്നെ അതിൽ 2 ടൈപ്പ് ആറ്റംസേ ഉള്ളൂ, കാർബണും ഹൈഡ്രജനും, C6H6, അത്രേ ഉള്ളൂ അതിൻ്റെ ഫോർമുല. ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ബെൻസീൻ. ഇപ്പം ഈ ബെൻസീനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കുറേ എന്തൊക്കെയോ വരച്ച് നോക്കി, എന്തൊക്കെയോ ഇട്ട് നോക്കി, എന്തൊക്കെയോ ചെയ്ത് നോക്കി, ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം ഒടുക്കം അങ്ങേര് തളർന്നു. ഇനി എൻ്റെ ബുദ്ധി കൊണ്ട് ഇത് നടക്കത്തില്ല, എത്ര ഇനി ചിന്തിച്ചാലും ഇത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല.
അപ്പം ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറയുക, നീ തന്നെ എനിക്കൊരു വഴി കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. അങ്ങനെ ബാക്കി ജോലികളെല്ലാം ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങേര് ഏതോ ലണ്ടനിലെ ഒരു ബസ്സിൽ കയറി എവിടെയോ പോകാൻ നോക്കിയപ്പം അങ്ങേർക്ക് പെട്ടെന്ന് അങ്ങേരുടെ ബുദ്ധിയിൽ, കോൺഷ്യസ് മൈൻഡിൽ ഒരു സംഭവം ഫ്ലാഷായി. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പോയി, ഫ്ലാഷ് ലൈറ്റ് പോലെ പെട്ടെന്ന് വന്നിട്ട് പോയി. അതെന്തുവാന്ന് വെച്ചാൽ ഒരു പാമ്പ് അതിൻ്റെ വാലിനെ വായി പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ, ഇങ്ങനെ കടിച്ച് തിന്നുന്ന പോലെയല്ല, പാമ്പിൻ്റെ വാലിനെ അതിൻ്റെ വായ് കൊണ്ടിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഫ്ലാഷ്, ആ പടം. അതായത് അതിനും അദ്ദേഹം ഇപ്പം ലണ്ടൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല, പക്ഷേ പെട്ടെന്ന് മനസ്സിൽ തോന്നിയിട്ട് അങ്ങ് മാഞ്ഞുപോയി. അത് വെച്ചോണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ബെൻസീൻ റിങ് ഇങ്ങനെയാണ്. അപ്പം നമ്മളൊക്കെ കൊച്ചിലെ ഈ ബെൻസീൻ റിങ് എന്ന് വെച്ചാൽ ഈ ഹെക്സഗോണൽ സൈസിൽ 6 കാർബൺ 6 ജോയിൻറ്റിൽ പിന്നെ ഓരോ ഹൈഡ്രജൻ അതിനകത്തിരിക്കും. അതാണ് ബേസിക്. പക്ഷേ ആ ബേസിക്ക്, ആ സ്ട്രക്ചറിനെ കണ്ടുപിടിക്കാൻ ഇദ്ദേഹം അത്രയും പ്രയാസപ്പെട്ട് ഒടുക്കം ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ആ പാമ്പിൻ്റെ സൈസ്, ആ പടം അങ്ങനെ കണ്ടത്. ഇപ്പം കുണ്ടലിനി ശക്തിയെ പോലും, മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ പോലും ആളുകൾ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്ങനെ പറയും? ഒരു 3.5 ചുറ്റിൽ, അതായത് ഒരു പാമ്പ്, വളരെ തിന്നായിട്ടുള്ള ഒരു പാമ്പ്, ഒരു മൂലാധാരത്തിലൊരു ലിംഗമുണ്ട്. ആ ലിംഗത്തിൻ്റെ, ശിവലിംഗത്തിൻ്റെ ലിംഗഭാഗത്ത് 3.5 ചുറ്റിലിങ്ങനെ ചുറ്റി അതിൻ്റെ വാലിനെ വായി കടിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കുണ്ടലിനിയെ ആൾക്കാർ വിവരിക്കുന്നത്. അപ്പം എപ്പം ആ വായിന്ന് ആ വാല് വെളി വരുന്നോ അപ്പോഴത്തേക്ക് ഈ സ്പ്രിങ് പോലെ ടൈന്ന് അത് അൺവൈൻഡായി മേളിൽ കൂടെ കയറും. അങ്ങനെയൊക്കെ ഒരുപാട് പുസ്തകത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് ഇദ്ദേഹത്തിന് ആ ബെൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആഴ്മനസ്സിൽ നിന്ന് വന്ന ഒരു ഫ്ലാഷ്, ഒരു പടം. ഓക്കെ, അങ്ങനെ അദ്ദേഹം വളരെ ഫേമസായി. അത് വെച്ച് ഇപ്പം ഒരുപാട് പേര് അതിൻ്റെ ബേസിസിൽ ഒരുപാട് പേര് ഗവേഷണങ്ങൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയൊക്കെ മനസ്സിലാകും. ഓക്കെ, അതേപോലെ വേറെ ഒരാൾ, നിങ്ങൾക്ക് ഇതിലിട്ട് നോക്കിയാൽ മതി, യൂട്യൂബിലിട്ടാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അദ്ദേഹത്തിന് ഇൻ്റർനെറ്റിലിട്ട് നോക്കിയാലും ഇദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് നിക്കോള ടെസ്ല. ഈ നിക്കോള ടെസ്ല എന്ന് പറയുന്നത് ഭയങ്കര ഈ AC കറണ്ട്, DC കറണ്ട്, ഇലക്ട്രിക്കൽ സയൻറ്റിസ്റ്റാണ്. ബ്രില്യൻറ്റ് ഇലക്ട്രിക്കൽ സയൻറ്റിസ്റ്റ്. ഈ ഇലക്ട്രിസിറ്റി വെച്ചും അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് കാര്യങ്ങൾ, അതായത് കറണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടുപിടിച്ചു. അതുമാത്രമല്ല സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് ചെയ്തു. അതുമാത്രമല്ല ഇങ്ങനെ ഭയങ്കര ഫേമസ് വേറൊരു മേഖലയിലും കൂടാണ് ഈ നമ്പറിൽ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് 369. അതിനെക്കുറിച്ചാണ്, എന്താ വെച്ചാൽ അത് സ്പിരിച്വാലിറ്റിയോടെ കണക്റ്റഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം എവിടെ പോയാലും ഈ 369 കയറിപ്പിടിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഈ 369 എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഹോട്ടലിലൊക്കെ പോയി മുറിയെടുത്താൽ പോലും ഈ ഏതെങ്കിലും ഒരു നമ്പർ വരുന്ന പോലെ നോക്കിയുള്ള മുറിയെ ചോദിക്കത്തുള്ളൂ. ആ മുറിയിലെ രാത്രി കിടന്ന് ഉറങ്ങത്തുള്ളൂ, ആ മുറിയിലെ സ്റ്റേ ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് ഈ ടെസ്ലയുടെ 369 എന്ന് പറയുന്ന നമ്പേഴ്സ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങേര് 10-20 വർഷം കൊണ്ട് ഗവേഷണം നടത്തി ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, ലോകത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത ആളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുക, 20 വർഷത്തിൽ അതായത് 20 വർഷം അദ്ദേഹം ഗവേഷണം നടത്തിയിരിക്കുന്നു, ഒരുപാട് കണ്ടുപിടിപ്പുകൾ നടത്തി,
കൊണ്ടുവന്നു, ലോകത്തിന് വേണ്ടി തന്നു. പക്ഷേ അതിനെല്ലാം ഏകദേശം 20 വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കൽപ്പന ശക്തി, എൻ്റെ ഇമാജിനേഷൻ തെറ്റിയിട്ടില്ല. അതായത് ഇമാജിനേഷൻ എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ണിൽ കണ്ട് മനസ്സിൽ കണ്ട് ഒരു ഒരു സാധനം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു മിക്സി എന്ന് വെച്ചോണമേ, ഒരു മിക്സി, ആ മിക്സി എങ്ങനെ കറങ്ങണം, ഏത് കറണ്ടിൽ, AC കറണ്ടാണോ DC ആണോ, എങ്ങനെ കറങ്ങണം, അതിൻ്റെ കോയിൽ എങ്ങനെ ചുറ്റണം, അതിൻ്റെ സ്പീഡ് എങ്ങനെ ഇരിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മൾ പോകുന്നു, ജാറ് വയ്ക്കുന്നു, തേങ്ങ ഇടുന്നു, തേങ്ങയും അത് ഇതൊക്കെ ഇട്ട് വെച്ച് ഒരു സർന്ന് ഒരു ഇത് ചെയ്യുന്നു, അത് മോട്ടർ ഓണാവുന്നു, ചട്നി അരഞ്ഞ് കിട്ടുന്നു, അല്ലെങ്കിൽ മാവ് അരഞ്ഞ് കിട്ടുന്നു. ഓക്കെ, അതല്ല, അതിൻ്റെ പിന്നിൽ അതിനെ ഉണ്ടാക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. അപ്പം അദ്ദേഹം മനസ്സിൽ കണ്ട് ഈ കാര്യത്തിൽ നടത്തുമ്പം 20 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു കാര്യം പോലും തെറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് തെറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, അതാണ് അദ്ദേഹം പറയാൻ വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ, ഹി സെഡ് ഇൻവേരിയബിളി, മിക്കവാറും 99% ഇൻവേരിയബിളി മൈ ഡിവൈസ് വർക്ക്സ് ആസ് ഐ ഇമാജിൻഡ് ഇറ്റ് ഷുഡ്. ഓക്കെ, ഞാൻ എങ്ങനെ ഇത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഡിസൈൻ ചെയ്യുന്നോ അതുപോലെ തന്നെ അത് ചെയ്യുന്നുണ്ട്. ഇൻ 20 years ദർ ഹാസ് നോട്ട് ബീൻ എ സിംഗിൾ എക്സെപ്ഷൻ. ഈ 20 വർഷത്തെ ഗവേഷണത്തിൽ ഒരു പ്രാവശ്യം പോലും ഇത് തെറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഉപബോധ മനസ്സിനെയാണ് ഉപബോധ മനസ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇതെല്ലാം സക്സസ്ഫുള്ളാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പം ഏത് സയൻറ്റിസ്റ്റും ജനിക്കുമ്പോഴേ സംഗതികൾ മനസ്സിലാക്കിക്കൊണ്ടല്ല വരുന്നത്. അവരും നമ്മളുടെ കൂട്ടാണ്. 5 വയസ്സിലും 7 വയസ്സിലും 8 വയസ്സിലും സ്കൂളിൽ പോയിട്ടുണ്ട്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് അടി വാങ്ങിച്ചിട്ടുണ്ട്, പണിഷ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 1+1 2 എന്നാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ABC അങ്ങനെയൊക്കെയാണ് അവരും പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ, പക്ഷേ അവരുടെ ഈ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ആ ഗവേഷണത്തിലൂടെ അവർക്ക് സന്തോഷം കണ്ടെത്തി, സംതൃപ്തി കണ്ടെത്തി കൂടുതൽ ചെയ്യുന്നു. അപ്പോൾ പക്ഷേ അതിനെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ടെസ്ല ചെയ്തു, ടെസ്ല നല്ല പേര് കിട്ടി, ഇനി പോട്ടെ, നമുക്ക് ഇതിന് യാതൊരു സംബന്ധമില്ലെന്ന് വിചാരിക്കരുത്. ടു സോൾവ് അവർ ഡെയിലി പ്രോബ്ലംസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രോബ്ലംസ് ചെയ്യാനും സോൾവ് ചെയ്യാനും നമുക്ക് നമ്മളുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിക്കാൻ അറിയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതൊന്ന്. അതേപോലെ ഇനിയൊരു നാച്ചുറലിസ്റ്റ്, അതായത് പ്രൊഫസർ അഗാസിസ്, അദ്ദേഹം ഒരു അമേരിക്കൻ നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ഫോസിലിനെ കുറിച്ചൊക്കെ പഠിക്കും. ഫോസിൽ എന്ന് പറഞ്ഞാൽ ഈ സുവോളജിയൊക്കെ, ബോട്ടണി സുവോളജി പഠിച്ചവർക്ക് നല്ല മനസ്സിലാകും. ഈ ഫോസിൽ എന്ന് പറഞ്ഞാൽ അക്കാലത്തുള്ള ഒരു പാറ്റ, അല്ലെങ്കിൽ ഒരു പുഴു, അല്ലെങ്കിൽ ഒരു പ്രാണി താഴെ മണ്ണിൽ കിടക്കും, അത് ചത്തു, അതിൻ്റെ മേലെ മണ്ണടിഞ്ഞ് അതങ്ങനെ പ്രഷർ കൊണ്ടും ഹീറ്റ് കൊണ്ടും ചൂട് കൊണ്ടും അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെ മണ്ണിൽ പൊതഞ്ഞിരിക്കും. അപ്പം അതിനെയാണ് ഇവർ ഈ തോണ്ടിയെടുത്ത് അതിനെക്കുറിച്ചെല്ലാം പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു നാച്ചുറലിസ്റ്റാണ് ഇദ്ദേഹത്തിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിനെക്കുറിച്ച് എഴുതിയതിൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തേ എന്ന് വെച്ചാൽ, കൂടെ ഇരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് അറിയാവൂ അദ്ദേഹം എത്ര രായും പകലും ഇതിനു വേണ്ടി ചെലവിട്ടു, എത്രയൊക്കെ പാടുപെട്ടു, എത്ര അദ്ദേഹത്തിൻ്റെ ഈ തലച്ചോറ്റിനെ കശക്കി പിഴിഞ്ഞ് എടുത്തിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു കണക്ഷൻ കിട്ടിയിരുന്നിരിക്കും എന്നുള്ളതൊക്കെ കൂടെ ഇരിക്കുന്ന ഭാര്യയ്ക്കല്ലേ അറിയാവൂ. അപ്പോൾ അവർ ബയോഗ്രാഫി ഹസ്ബൻഡിൻ്റെ ബയോഗ്രാഫി അവരാണ് എഴുതിയത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഒരു ചെറിയ ഫോസൽ, അതിന് 2 ആഴ്ച കൊണ്ട് അതിൻ്റെ കണക്ഷൻ കിട്ടണമെന്ന്
ഈ ചിലപ്പോൾ മണ്ണിലടിയുന്ന പോലെ ഈ പാറങ്കല്ലിലായിരിക്കും അറിയുന്നത്. അപ്പോൾ അതങ്ങനെ പതിഞ്ഞിരിക്കും. അപ്പം ഇവർ തോണ്ടിയെടുക്കുമ്പം അതിൽ കാണുമ്പം എല്ലാ ഭാഗവും അതിനകത്ത് പതിയത്തില്ല, കുറച്ച് ഭാഗമേ പതിയത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗം കാണാതെ മിസ്സിങ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് അവരുടെ ഗവേഷണം. ഓക്കെ, അങ്ങനെ 2 ആഴ്ച കൊണ്ട് നോക്കി ആലോചിച്ച് ഒന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം അങ്ങ് വിട്ടേച്ച് പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. ഉറങ്ങിയപ്പം ഒരു ദിവസം ഉറക്കത്തിൽ അങ്ങേർക്ക് അതേ ആ ഫോസിൽ ഫിഷിൻ്റെ, ഒരു മീനിൻ്റെ ഉണങ്ങിയ സാധനമാണ് ഫോസിൽ, ആ മീനിൻ്റെ ആ ഫിഷ് ഫോസിലിൻ്റെ ബാക്കി മൊത്ത സൈസോടെ ആ മിസ്സിങ് പാർട്ടൊക്കെ ഫിറ്റ് ചെയ്ത പോലെ മുഴുവനേ ഉള്ള ഒരു പടം ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു. ഇതാണല്ലോ ഞാൻ തേടിക്കൊണ്ടിരുന്നേ എന്ന് പറഞ്ഞ് കണ്ണ് തുറന്നുപോയി. അപ്പോഴത്തേക്ക് സ്വപ്നം അങ്ങ് മാഞ്ഞുപോയി. പോട്ടെ എന്ന് പറഞ്ഞാൽ അത് വിട്ടു. അടുത്ത ദിവസം രാത്രിയും ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല. പക്ഷേ കിടന്ന് ഉറങ്ങിയപ്പം ഇതേപോലെ അതേ ഫിഷ്, അതേ പടം, അതേ ഫോസൽ ഫിഷ് ആ കണ്ണിൽ ഉറക്കത്തിൽ അറിയുന്നു. പക്ഷേ എണ്ണിച്ച് അത് ഒരു പേപ്പർ പെൻസിലെടുത്ത് വരയ്ക്കാൻ നോക്കി, അതിനിടയ്ക്ക് അതങ്ങ് പോയി. അപ്പം ഇദ്ദേഹത്തിന് പിടികിട്ടി, ഇത് എൻ്റെ ഉപബോധ മനസ്സ് എല്ലാ ദിവസവും രാത്രി എൻ്റെ ഉറക്കത്തിൽ വന്ന് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് തരുന്നുണ്ട്. പക്ഷേ ഞാനാണ് അതിനെ അറിയാൻ വയ്യാതെ, എഴുതിയെടുക്കാൻ വയ്യാതെ, ഓർമ്മിക്കാൻ ശക്തിയില്ലാതെ വിട്ടുപോകുന്നത്. അപ്പം അദ്ദേഹം വിചാരിച്ചു, 2ാമത്തെ ദിവസം നാളെ എനിക്കിതുപോലെ വരും ഉറക്കത്തിൽ. അപ്പം ഞാൻ പേപ്പറിനും പെൻസിലിനും വേണ്ടി എണ്ണിച്ചു ഓടത്തില്ല, എൻ്റെ അടുത്ത് തന്നെ ഒരു പേപ്പറും പെൻസിലും വെച്ചേക്കാം. ഒരുപാട് സയൻറ്റിസ്റ്റ് അങ്ങനെ ചെയ്യും. അവർ എപ്പോഴും ഒരു ചെറിയ നോട്ട് പാഡ് എന്ന് പറയും, നോട്ട്ബുക്കും പേനയോ അല്ലെങ്കിൽ പെൻസിലോ അവരുടെ കൂടെ വെച്ചേക്കും രാത്രി. എന്ന് വെച്ചാൽ രാത്രി സ്വപ്നത്തിലാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹത്തിന് 3ാമത്തെ ദിവസവും ഇതേമാതിരി ആ ഫിഷിൻ്റെ ഫുൾ ഫോം പടം സ്വപ്നത്തിൽ വന്നപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് കയ്യിലുള്ളത് എങ്ങനെ സ്വപ്നത്തിൽ കണ്ടതോ അതുപോലെ അങ്ങ് വരച്ച് വെച്ചു. അപ്പോഴത്തേക്ക് അങ്ങേർക്ക് എല്ലാം മനപ്പിടി കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സയൻറ്റിസ്റ്റുകളും വലിയ ആൾക്കാരും അവരുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തി വലിയ ആൾക്കാരായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം അതുപോലെ വേറൊരു കാര്യം, ഈ ഡയബറ്റീസിന് ഇൻസുലിനുണ്ട്, മാത്രമുണ്ട്, ടാബ്ലറ്റ് കഴിക്കുന്നു, ഷുഗർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പം പക്ഷേ ഒരു 19 വർഷത്തിന് മുമ്പേ ആളുകൾക്ക് ഷുഗർ ഉണ്ടായിരുന്നിരിക്കും, ഡയബറ്റീസ് ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ അതിനുള്ള മരുന്നില്ല. അപ്പം ഇതിൽ ഈ ഒരു അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ എങ്ങനെ അതിനെ നിവർത്തി ചെയ്യും, ദേഹത്ത് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഇൻസുലിനെ എടുക്കും, എങ്ങനെ കൊടുക്കും എന്നൊക്കെ പല രീതിയിലും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നു, റിസർച്ച്. അപ്പം അതിൽ ഒരു ഡോക്ടർക്ക് പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിന് ഈ പട്ടിയുടെ ഈ പാൻക്രിയാസ് എന്നുള്ള സാധനത്തിലാണ് ഇൻസുലിൻ ചുരക്കുന്നത്. ഈ പട്ടിയുടെ ഒരു പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ എടുത്ത് നീ നോക്ക് എന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു ന്യൂസ് കിട്ടി. ആരോ പറയുന്ന പോലെ പെട്ടെന്ന് എടുത്ത് അത് കണ്ടുപിടിച്ച് അതിനെ പിന്തുടർന്ന് അതിൻ്റെ ഗവേഷണം നടത്തി. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇൻസുലിൻ്റെ ഡോസ് കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ മരുന്നൊക്കെ കിട്ടുന്നത്. പിന്നെ അവർ ഒരുപാട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അതിനകത്ത് മണി സ്പെൻഡ് ചെയ്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, പക്ഷേ ഫസ്റ്റ് ഒരു പട്ടിയുടെ ഒരു പാൻക്രിയാസ് എടുത്തോണ്ട് വാ, അതിനകത്തുനിന്ന് നിനക്ക് ഇൻസുലിൻ എടുക്കാൻ പറ്റും, എടുത്ത് ഉപയോഗിച്ച് നോക്ക്, അപ്പം നിനക്ക് ക്യൂറാകും എന്ന് അതല്ലേ അതിൻ്റെ ടേണിംഗ് പോയിൻറ്റ്. അത് കിട്ടാൻ വേണമല്ലോ അവർക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഉപബോധ മനസ്സാണ് പറഞ്ഞു കൊടുത്തത്. അപ്പം യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ടൈംലെസ് ആൻഡ് സ്പീച്ച്ലെസ് ആൻഡ് സ്പേസ്ലെസ്. ഈ നമ്മളുടെ ഈ ഭൂമിയിലാണ് സമയവും സ്പേസും ഉള്ളത്. സ്പേസ് എന്ന് വെച്ചാൽ സ്ഥലം. ഓക്കെ,
വേറെ ഭൂമികൾ, വേറെ ലോകത്ത് പോകുമ്പം അവിടെ സമയവും ഇല്ല, സ്പേസും ഇല്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഞാനും പല ഈ ആസ്ട്രൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വാമി മുക്താനന്ദ കൂടെ പോയിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും, പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അതിലൊക്കെ പറഞ്ഞത്. പിന്നെ ഇനി ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഇത് നിർത്താം. അത് ഈ ആർക്കിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഈ പുരാവസ്തു ഗവേഷണം നടത്തുന്ന ആൾക്കാർ. പുരാവസ്തു, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അക്കാലത്ത്, അതായത് നമ്മൾ ഒരു മനുഷ്യൻ കൂടിപ്പോയാൽ ഒരു 100 വർഷം ജീവിക്കും. പക്ഷേ 5000 വർഷം 10000 വർഷത്തിന് മുമ്പേ നടന്നത് എങ്ങനെ, അക്കാലത്തെ ആളുകളൊക്കെ എങ്ങനെ ജീവിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ അവർക്ക് പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഈ മണ്ണിനകത്ത് പൊതഞ്ഞ് കിടക്കുന്നതൊക്കെ തോണ്ടി എടുക്കും. തോണ്ടുമ്പോൾ ചുമ്മാ നമ്മളിങ്ങനെ മമ്മട്ടിയിട്ട് തോണ്ടിയാൽ പോരാ, അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അവർ തോണ്ടിയെടുക്കുന്നതിന് അർത്ഥമില്ലാതെ പോകും. അപ്പോൾ അവർക്കാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പേര്. പിന്നെ പേലിയൻറ്റോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫോസിൽ പറഞ്ഞില്ലേ, അനിമൽസ്, ഇല, അനിമൽസിൻ്റെ വിങ്സ്, ബോണ്, അതങ്ങനെ പതിഞ്ഞിരിക്കും. മസിലൊക്കെ ദ്രവിച്ചു പോകും, ബ്ലഡൊക്കെ ദ്രവിച്ചു പോകും. പക്ഷേ ആ ബോണ് അങ്ങനെ ഇരിക്കും ആ പാറയുടെ പുറത്ത്. അത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ അമിങ്ങി അതിൻ്റെ പിക്ചറോടങ്ങ് ഒട്ടിയിരിക്കും. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ അതിനകത്ത് ഒട്ടിയിരിക്കും. അതാണ് ഫോസിൽ. അപ്പോൾ ഈ ഫോസിലിനെ കുറിച്ച് പഠിക്കുന്നവരാണ് പേലിയൻറ്റോളജിസ്റ്റ്. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റ്, പേലിയൻറ്റോളജിസ്റ്റ് ഇവർക്കൊക്കെ ഒന്നും അറിയാതെ ഇപ്പോൾ 15000 വർഷത്തിന് മുമ്പേ മനുഷ്യരെങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അതിനാണ് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അറിയാൻ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഭൂമിയെ തോണ്ടി എടുക്കും. തോണ്ടിയെടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കിട്ടിയാൽ പോരല്ലോ, അതിൻ്റെ കണക്ഷൻ അറിയണ്ടേ? കണക്ഷൻ ഈ ഹരപ്പ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ കുറേ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാന വെട്ടിയെടുത്തു, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് കൂടെ ഞാൻ ഏതോ ഒരു മ്യൂസിയത്തിൽ പോയി, ഏതാണെന്നറിയാൻ വയ്യ. അപ്പോൾ എത്രയോ വർഷത്തിന് മുമ്പേ അവർ അച്ചാറിട്ട് വെച്ചിരുന്ന പാനകൾ, ഈ നമ്മുടെ ഭരണി എന്ന് പറയത്തില്ല, അത് വലിയ വലിയ ഭരണികൾ, അതൊക്കെ ഒരു പാലസിൽ വെച്ചിരുന്നു. പത്മനാഭപുരം പാലസാന്ന് തോന്നുന്നു, കറക്റ്റ്, അവിടെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ മ്യൂസിയത്തിലും ഉണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ അവർ കണ്ടുപിടിക്കുന്നു എന്ന് വെച്ചാൽ, ഇത് തോണ്ടിയെടുത്താൽ പോരാ, തോണ്ടിയെടുത്ത് അങ്ങനെ കൊണ്ട് വയ്ക്കുമല്ല. ഇത് വെച്ചുകൊണ്ട് അവർ എങ്ങനെ ജീവിച്ചു, എത്ര വർഷത്തേക്ക് മുന്നെയാണ്, കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്നത് കണ്ണുകൊണ്ട് കാണുന്നതേ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം 15000 വർഷത്തിന് മുമ്പേ ആൾക്കാർ എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ 50000 വർഷത്തിന് മുമ്പേ ആൾക്കാർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ തീ കണ്ടുപിടിച്ചു, എങ്ങനെ അവർ ജീവിക്കാൻ തുടങ്ങി, എല്ലാമേ ഒരു ഹിസ്റ്ററിയാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വെറും നമ്മളുടെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചാൽ പോരാ. നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ അളക്കാൻ വയ്യാത്ത ഒരു ശക്തിയുള്ള സംഗതിയാണ് അത്. അതിനെയും കൂടെ നമ്മൾ കൂട്ടുചേർത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല, കണക്റ്റിംഗ് ദ ഡോട്ട്സ്. ഈ ഒരു കോലം ഇടുന്നു, ആദ്യം പുള്ളിയിടും, പിന്നെയാണ് അതിനെ കണക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ഒരു കോലം ഉണ്ടാകുന്നത്, ഇല്ലേ? അപ്പം കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളുടെ വെറും ഈ 10% കോൺഷ്യസ് മൈൻഡ് പോരാ. ഈ 90% അടിയിൽ കിടക്കുന്നില്ലയോ, ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ, സഹായവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഗവേഷണത്തിനെയും കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളും സയൻറ്റിസ്റ്റ് ആവണമെന്നല്ല പറയുന്നത്, നമ്മളുടെയും പ്രോബ്ലംസിനൊക്കെ നമ്മളുടെ ഉപബോധ മനസ്സിനെ ആശ്രയിച്ചാൽ മതി, അത് നമുക്ക് ആൻസർ തന്നിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മാത്രമല്ല, ആവശ്യമുള്ളവർക്കെല്ലാം ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.